കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം സമാഗമന കൂടാരത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് പഠിച്ചും ചിന്തിച്ചും കൊണ്ടിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതിൻ്റെ വെയിലും തിരശ്ശീലയും അതിൻ്റെ മുകളിലുള്ള കർട്ടൻസിനെ കുറിച്ചാണ്. ആ കർട്ടൻസിനെ കുറിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓർത്തു, ദൈവത്തിന് വസിപ്പാനുള്ള സമാഗമന കൂടാരം ഏതാണ്ട് 48 ബോർഡുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. 48 പലകൾ, തങ്കം പൊതിഞ്ഞ പലകൾ. ഒരു വശത്ത് 20 എണ്ണം, ഒരു വശത്ത് 20 എണ്ണം, അതിൻ്റെ പുറകുവശത്ത് 6 മൂലയ്ക്കുള്ള 2 കൂടെ കൂട്ടുമ്പോൾ 8. അങ്ങനെ 48 പലകൾ തങ്കം കൊണ്ട് പൊതിയപ്പെട്ട് നാം പഠിച്ചു. നിവരെ നിൽക്കുന്ന കതിരമരം കൊണ്ടുള്ള പലകളും അത് തങ്കം പൊതിഞ്ഞ് വെള്ളിച്ചുവട്ടിൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ പഠിച്ചപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനോഹരമായ ചിത്രമാണ് ആ പലകളിലൂടെ കണ്ടതെന്നുള്ളത് നമ്മൾ ഓർത്തു. പലകൾ ഒന്നൊന്നായി ചേർന്ന് ദൈവത്തിനൊരു നിവാസമായി നമ്മൾ തീരുകയാണ്. ഈ പലകളുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതെല്ലാം കൂടെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലുള്ള കർട്ടൻസ് അതിനെ അപ്ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ഇവിടെ കാണുകയുണ്ടായി. ഇവിടെ ഈ പലകൾ 48 പലകൾ അതിൻ്റെ മുകളിലുള്ള 4 സെറ്റ് തിരശ്ശീലകളെ അപ്ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ പലകളാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ തിരശ്ശീലകളാണ് ഈ വിശുദ്ധന്മാരുടെ മുകളിൽ, ഈ പലകയ്ക്ക് മുകളിൽ കവർ ചെയ്യപ്പെട്ട തിരശ്ശീലകളാണ് ഇതൊരു നിവാസമായി ദൈവത്തിന് വസിപ്പാൻ ഉതകുന്ന ഒരു മന്ദിരമാക്കി തീർത്തിരിക്കുന്നത്. നാം പഠിക്കുകയുണ്ടായി 4 സെറ്റ് തിരശ്ശീലകളാണുള്ളത്. ആദ്യത്തെ സെറ്റ് പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട്, 4 നിറമുള്ള നൂലുകൾ കൊണ്ട് പഞ്ഞുനൂലും, പിന്നെ 3 നിറമുള്ള നൂലുകൾ, 4 നിറമുള്ള നൂലുകൾ കൊണ്ട് കെരൂബുകളെ നെയ്തെടുത്ത് ആദ്യത്തെ കർട്ടൻ. നാം അത് പഠിച്ചു, എങ്ങനെയാണ് അത് വെക്കുന്നത്, അതിൻ്റെ നീളം ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ഈ കർട്ടൻ നിർമ്മിക്കപ്പെടുന്നത് ലിനൻ കൊണ്ടാണ്. ഇതിൽ 4 നിറമുള്ള നൂലുകൾ ഉണ്ട്. അതായത് നമ്മൾ ഓർത്തു, ഈ സമാഗമന കൂടാരത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഈ കോർട്ടിൽ പ്രാകാരത്തിലുള്ള ആ ഗേറ്റ് നിർമ്മിക്കപ്പെട്ട 4 നിറമുള്ള നൂല് തന്നെയാണ് സമാഗമന കൂടാരത്തിൻ്റെ മുൻപിലുള്ള മറശ്ശീലയും അതിൻ്റെ അകത്തുള്ള വെയിൽ അല്ലെങ്കിൽ തിരശ്ശീല എന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ ശരീരത്തെ കാണിച്ച നമ്മൾ വിശദമായ ഭാഗങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അതും ഈ നിറം കൊണ്ടാണ്, നിറമുള്ള നൂലുകൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ പലകളുടെ മുകളിൽ ആദ്യം കവർ ചെയ്തിരിക്കുന്നത് ഈ 4 നിറമുള്ള നൂലുകളുടെ നിർമ്മിക്കപ്പെട്ട് ഈ കെരൂബുകളെ നെയ്തെടുത്ത ആ കവറിങ്ങാണ് ആദ്യത്തെ കവറിങ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറപ്പാട് ദിവസം 26-ാം അധ്യായം എന്ന് ശ്രദ്ധിച്ചാട്ടെ. 26-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തിരുനിവാസത്തെ പിരിച്ച പഞ്ഞുനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് 10 മൂടിശീല കൊണ്ട് നിർമ്മിക്കണം. നമ്മളത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ thou shall make a tabernacle with 10 curtains. തിരുനിവാസം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ടാബർനാക്കിൾ എന്നാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ തിരശ്ശീലയ്ക്ക് ചിലപ്പോൾ വിളിച്ചിരിക്കുന്ന പേര് ടാബർനാക്കിൾ എന്നാണ്. thou shall make the tabernacle with 10 curtains. അതിൻ്റെ പഠനം നമ്മൾ നടത്തിയത് കൊണ്ട് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. വിശുദ്ധ സ്ഥലം ഏതാണ്ട് 20 ക്യൂബിറ്റ്സ് ലെങ്താണ്. അതിവിശുദ്ധ സ്ഥലം 10 ക്യൂബിറ്റ് ലെങ്താണ്. അപ്പോൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ നീളം വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും കൂടെ കൂടുമ്പോൾ ഏതാണ്ട് 30 ക്യൂബിറ്റുണ്ട്. 30 ക്യൂബിറ്റാണ്. എന്നാൽ ഈ തിരശ്ശീലയെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ 2 സെറ്റ് തിരശ്ശീലകളാണ്. ആദ്യം 5 എണ്ണം നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു 10 മൂടിശീല വേണം. 2-ാം വാക്യത്തിൽ ഓരോ മൂടിശിലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടിശിലയ്ക്ക് 4 മുഴം വീതിയും ഇങ്ങനെ മൂടിശിലയ്ക്ക് അളവായിരിക്കണം. ഈ ഓരോ പീസും 4 ക്യൂബിറ്റ് ലെങ്തും 28 ക്യൂബിറ്റ് നീളവുമാണ്. അങ്ങനെയാകുമ്പോൾ 5 എണ്ണം ഒരു സെറ്റ്, 5 എണ്ണം മറ്റേ സെറ്റ്, ഏതാണ്ട് 40 ഗുണം 28. സമാഗമന കൂടാരം 20 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, സമാഗമന കൂടാരത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കവർ ചെയ്ത് ഏതാണ്ട് അടിവരെ ചെല്ലില്ല,
കവർ ചെയ്ത് ഈ ആദ്യത്തെ കർട്ടൻ കിടക്കും. നമ്മൾ ശ്രദ്ധിച്ചു, ആ പിരിച്ച പഞ്ഞുനൂല് ഈ ലോകത്തിൽ ജീവിച്ച കർത്താവിൻ്റെ സ്പോട്ട്ലെസ് ഹോളിനെസ്, യാതൊരു ഊനവുമില്ലാത്ത വിശുദ്ധിയുള്ള കർത്താവിൻ്റെ ജീവിതമാണ്. ആ കെരൂബുകൾ അത് നെയ്തെടുത്തപ്പോൾ നമ്മൾ ഓർക്കണം, ആ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ വിശുദ്ധ സ്ഥലത്ത് അവർ കയറിയാം, മുകളിലോട്ട് നോക്കുമ്പോൾ ഈ കെരൂബുകൾ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ആ വിശ്വസനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ അവർ ശുശ്രൂഷിപ്പാൻ കടംപെട്ടവരാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഈ വിശുദ്ധ സ്ഥലം സ്വർഗീയ തലത്തിൽ ഇരുത്തപ്പെട്ട വിശുദ്ധന്മാരെ കാണുകയാണ്. വിശുദ്ധ സ്ഥലം ഹെവൻലി പ്ലേസസ് ആണ്, സ്വർഗതലത്തിൽ ഇരുത്തപ്പെട്ട വിശുദ്ധന്മാർ. അതിവിശുദ്ധ സ്ഥലം സ്വർഗത്തിൻ്റെ പ്രതീകം തന്നെയാണ്. ദൈവം ഇറങ്ങി വസിക്കുന്നു. അപ്പോൾ അവർ ശുശ്രൂഷിക്കുന്നത് ഹെവൻലി പ്ലേസസ്, സ്വർഗീയ തലത്തിലാണ്. നമ്മൾ ഓർക്കണം, ആ സ്വർഗീയ തലത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത് കർത്താവാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിച്ചത് നമ്മുടെ കർത്താവാണെന്ന് കാണാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കർട്ടൻ നമ്മൾ ഓർത്താൽ 7-ാം വാക്യം നോക്കിയാട്ടെ, 26-ന്റെ 7-ാം വാക്യം. തിരുനിവാസത്തിന്മേൽ മൂടി വിരിയായി കോലാട്ട് രോമം കൊണ്ട് മൂടിശില ഉണ്ടാക്കണം. 11 മൂടിശില വേണം. ഓരോ മൂടിശില 30 മുഴം നീളവും ഓരോ മൂടിശില 4 മുഴം വീതിയുമായിരിക്കണം. നേരത്തെ ചിന്തിച്ചപ്പോൾ ഇതിന് 10 പീസ് മതിയായിരുന്നു, ഇതിന് 11 പീസ് വേണം. കൂടാതെ നമ്മൾ ശ്രദ്ധിച്ചു, നേരത്തെ ഉള്ളതിന് 28 ക്യൂബിറ്റായിരുന്നു നീളം, 28 ക്യൂബിറ്റ്. ഇപ്പം പറയുന്നു അതിന് 30 ക്യൂബിറ്റാണ്. എന്ന് പറഞ്ഞാൽ അത് ഒന്നിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ കിടക്കും. മുകളിലുള്ള ഒരെണ്ണം അത് മടക്കി വെക്കുകയാണ്. ഒരെണ്ണം മടക്കി വെക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു. ഇത് രണ്ടും ദൈവം അളവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ശേഷമുള്ള ആട്ടുകൊറ്റൻ്റെ രോമം കൊണ്ടാണ്, കമ്പിളിയാണ്. ഇത് ഫൈൻ ലിനനാണ്, ഇത് ആട്ടുരോമമാണ്. ഇനിയും പറഞ്ഞിരിക്കുന്ന 2 തോലാണ്. ഒന്ന് ചുവപ്പിച്ച ആട്ടുകൊറ്റൻ്റെ തോലും മറ്റേത് ഏറ്റവും പുറത്തുള്ളത് തകശുതോലും. ഇതിൻ്റെ രണ്ടിൻ്റെയും അളവ് പറഞ്ഞിട്ടില്ല. ഈ 2 തോലുകൾ അതിനെ കവർ ചെയ്ത് കംപ്ലീറ്റ്ലി കവർ ചെയ്തിടുമ്പോൾ പുറത്തുള്ള ആ തകശുതോലിൻ്റെ നിറം നമ്മൾ ഓർത്തു, ഗ്രേയിഷ് കളറാണ്, വലിയ ആകർഷകമൊന്നുമില്ലാത്തൊരു കളറാണ്. പുറത്തുള്ള മനുഷ്യന് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഓർക്കണം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ചോരചിന്തിയ കർത്താവിനെ കാണിക്കുന്നു. ഈ തകശുതോല് ഒരു കൊടുങ്കാറ്റോ മണൽത്തരികളോ മരുഭൂമിയിലെ ഒന്നും തറച്ചു കയറാൻ സാധ്യമല്ലാത്ത കട്ടിയുള്ള ആ തോല് ഈ ലോകത്തിൽ ജീവിച്ച കർത്താവിൻ്റെ മഹത്വത്തെ നമുക്ക് വരച്ചു കാണിക്കുന്നു. ഞാൻ ആ ഭാഗം വിടുകയാണ്, അവിടെ നിർത്തട്ടെ. ഇതോട് ചേർത്ത് ഇതിന് ആണികളും ചരടുകളും പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ വലിച്ചു കെട്ടണമെന്നുള്ളത് 2 അഭിപ്രായമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഈ നൂലുകൾ ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനിട്ട് അത് കെട്ടിയിരിക്കുകയാണെന്നുകൊണ്ട് എങ്ങനെയാണ് കെട്ടണമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ചിലർ അഭിപ്രായപ്പെടുന്നു ഈ തോലിൻ്റെ അറ്റത്ത് കിഴുത്തുകൾ ഇട്ടിട്ട് അത് വലിച്ചു കെട്ടുകയാണ്. ഏതായാലും ഒരു കാര്യം അറിയാം, ആ കവറിങ് മുഴുവൻ ഈ ചരടുകൾ കൊണ്ട്, കോട്ട്സും നെയിൽസും കൊണ്ട് വളരെ ശക്തമായി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കാറ്റിനും അവയെ ചലിപ്പിക്കാൻ നിവൃത്തിയില്ല. ഈ മരുഭൂമിയിൽ വളരെ കൊടുങ്കാറ്റും പ്രക്ഷുബ്ധമായ അന്തരീക്ഷമുള്ളിടത്ത് ഈ തിരശ്ശീലകൾ പറക്കുകയോ അതിന് യാതൊരു ചലനവും സംഭവിക്കത്തില്ല. ഒരു സത്യം നമുക്ക് മനസ്സിലാകുന്നു, പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന ആ പ്രതലം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സെക്വേർഡ്. ദൈവത്തിൻ്റെ സഭ ഈ മരുഭൂമിയിൽ കർത്താവിനാൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ മനോഹരമായ ചിത്രവും നിഴലും കൂടെയാണ്. ആ ഭാഗം നമുക്ക് വിട്ടിട്ട് ഇനി നമുക്ക് പുതിയ പഠനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, ഇനിയും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഫർണിച്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും നമ്മൾ മൊത്തത്തിൽ ശ്രദ്ധിച്ചാൽ 7 ഫർണിച്ചർ ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. 7 ദൈവത്തിൻ്റെ പൂർണ്ണസംഖ്യയാണ്. അതായത് ഒരു വ്യക്തി സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് ബ്രാസൻ ഓൾട്ടർ, യാഗമർപ്പിക്കുന്ന താമ്ര യാഗപീഠം. യാഗപീഠത്തിൽ വന്ന് നിരപ്പ് പ്രാപിച്ച പുരോഹിതന്മാർ ദേവാലയത്തിൽ ശുശ്രൂഷിക്കാൻ, ഈ ടാബർനാക്കിളിൽ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് പിത്തള തൊട്ടിയിൽ അവർ നിരന്തോറും കഴുകണം. നമ്മൾ ഓർത്തു, മരിക്കാതിരിപ്പാൻ കൈകാലുകൾ കഴുകുവാൻ ദൈവം ആവശ്യപ്പെട്ടു. പുതിയ നിയമസഭയോടുള്ള എത്രയോ വിലയേറിയ സത്യമാണ്. യാഗപീഠത്തിൽ വന്ന് നിരപ്പ് പ്രാപിച്ച്
ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദിനംതോറും കൈകാലുകൾ കഴുകപ്പെട്ടവർക്ക് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ശുശ്രൂഷകൾ ചെയ്യുവാൻ പുരോഹിതന്മാർക്ക് പദവി ലഭിക്കുന്നു. അവരകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 3 ഉപകരണങ്ങളുണ്ട്. കയറുന്നതിൻ്റെ വടക്ക് വശത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശ, അതിന് നേരെ എതിർവശത്ത് 7 കവരമുള്ള വിളക്ക്. കാഴ്ചയപ്പത്തിൻ്റെ മേശ, കവരവിളക്ക്. ആ കയറി വരുന്ന സ്ട്രെയിറ്റ് ലൈനിൽ കാണാം സ്വർണം കൊണ്ട് പൊതിയപ്പെട്ട ധൂപപീഠം. അപ്പോൾ വിശുദ്ധ സ്ഥലത്ത് 3 വസ്തുക്കളാണ് വെച്ചിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ വടക്ക് വശത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശ, അതിന് നേരെ എതിർവശത്ത് 7 കവരവിളക്ക്, കയറി വരുന്ന സ്ട്രെയിറ്റ് ലൈനിൽ സ്വർണം പൊതിഞ്ഞ ധൂപപീഠം. അപ്പോൾ നമ്മൾ ഓർത്തു 3 2 5 അതിവിശുദ്ധ സ്ഥലത്ത് കയറുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കും, ഇത് ഒരു ഉപകരണമേ ഉള്ളൂ. പെട്ടകം എന്ന് പറയുന്നത് ഒരെണ്ണമാണ്, പക്ഷേ അത് 2 എണ്ണമാണ്. പെട്ടകമുണ്ടാക്കണം, പെട്ടകത്തിൻ്റെ പുറത്തൊരു അടപ്പ്, അതിൻ്റെ പേര് കൃപാസനം, മേഴ്സി സീറ്റ്. അപ്പോൾ മൊത്തത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ 7 ഉപകരണങ്ങൾ കാണാം. നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നോക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കയറി വരുന്ന ഒരാൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പോലെ ഞാനാകുന്നു വാതിലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ മനോഹരമായ ചിത്രമാണ് 4 തൂണുകളിൽ വലിച്ചു പിടിച്ചിരിക്കുന്ന 4 നിറമുള്ള നൂലുകളോട് നിർമ്മിക്കപ്പെട്ട ആ വാതിൽ. അതിൻ്റെ ഉള്ളിലൂടെ പ്രവേശിക്കുന്ന ഒരു വ്യക്തി യാഗപീഠത്തിൽ നിരപ്പ് പ്രാപിക്കുന്നു, പിത്തളത്തൊട്ടിയിൽ കഴുകൽ പ്രാപിക്കുന്നു. പുരോഹിതന്മാരുടെ കഴുകൽ പ്രാപിച്ച് വിശുദ്ധ സ്ഥലത്ത് അവർ പ്രവേശിക്കുകയാണ്. വിശുദ്ധ സ്ഥലത്ത് അവർ ശുശ്രൂഷിക്കാൻ പ്രവേശിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ ആ വിശുദ്ധ സ്ഥലത്തുള്ള ബന്ധത്തിൽ നമ്മൾ പഠനം ആരംഭിക്കുകയാണ്. ഇന്ന് കർത്താവ് അനുവദിച്ചാൽ 2 ഉപകരണങ്ങൾ, അതായത് ഈ കാഴ്ചയപ്പത്തിൻ്റെ മേശയും സ്വർണ്ണ ധൂപപീഠത്തിൻ്റെയും പഠനം നമുക്ക് ഇന്ന് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഈ വിശുദ്ധ സ്ഥലത്തുള്ള 3 ഉപകരണങ്ങൾ നമ്മൾ ഓർത്തു. കയറി ചെല്ലുമ്പോൾ വലത്തുവശത്ത് അല്ലെങ്കിൽ സമാനകൂടാരത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശ, അതിൻ്റെ നേരെ എതിർവശത്ത് 7 കവരവിളക്ക്, കയറി ചെല്ലുമ്പോൾ നേരെ സ്വർണ്ണ ധൂപപീഠം. ഈ 3 വസ്തുക്കൾ ഒരു പ്രത്യേക ബന്ധത്തിൽ ദൈവം ആവശ്യപ്പെട്ടു എങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു. നോക്കാം, പുറപ്പാട് ദിവസം 40-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം, 24 മലയാളം. സമാന കൂടാരത്തിൽ മേശയ്ക്ക് നേരെ തിരുനിവാസത്തിന് തെക്ക് വശത്ത് നിലവിളക്ക് വെക്കണം, യഹോവയുടെ സന്നിൽ ദീപം കൊളുത്തുകയും വേണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ബിഫോർ ദ ലോഡ്. ഈ കവരവിളക്ക് കത്തിക്കുന്ന കാര്യം ദൈവം പറഞ്ഞപ്പോൾ ദൈവം ആവശ്യപ്പെട്ടു, ഇറ്റ് ഷുഡ് ബേൺ ബിഫോർ ദ ലോഡ്. അടുത്തത് കാഴ്ചയപ്പത്തിൻ്റെ മേശ, 23-ാം വാക്യം നോക്കിയാട്ടെ. അതിന്മേൽ യഹോവയുടെ സന്നിധിയിൽ അപ്പം അടുക്കി വെച്ച് യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. രണ്ടാമതും വായിക്കുന്ന മേശ, അപ്പം അടുക്കി വെക്കുന്നത് യഹോവയുടെ സന്നിധിയിലാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ബിഫോർ ദ ലോഡ്. മൂന്നാമത്തെ ഉപകരണം 30-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, പുറപ്പാട് ദിവസവും 30-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, 30-ന്റെ 8-ാമത്തെ വാക്യം. അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോൾ അങ്ങനെ സുഗന്ധ ധൂപം കാട്ടണം, അത് തലമുറകളായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപമായിരിക്കണം, ബിഫോർ ദ ലോഡ്. ഈ 3 ഉപകരണങ്ങളും നമ്മൾ ഓർത്തു. വിശുദ്ധ സ്ഥലത്ത് സ്വർഗതലത്തിൽ ഇരുത്തപ്പെട്ട പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന പ്രതലം, ദൈവസഭയുടെ ശുശ്രൂഷയുടെ പ്രതലമാണ് അവിടെയുള്ള 3 ഉപകരണങ്ങളും പറഞ്ഞു. ഈ കാഴ്ചയപ്പത്തിൻ്റെ മേശ യഹോവയുടെ മുമ്പാകെ അടുക്കി വെക്കണം, ഈ കവരവിളക്ക് യഹോവയുടെ മുമ്പാകെ കത്തിക്കണം, ഈ ധൂപപീഠം ഇതിൽ യഹോവയുടെ മുമ്പാകെ ധൂപം അർപ്പിക്കണം, ബിഫോർ ദ ലോഡ്. ദൈവത്തിന് മുമ്പിൽ വേണം അത് അർപ്പിക്കാൻ. ആ 3 ഉപകരണങ്ങളും പ്രൈമറിലി ഇറ്റ് വാസ് ബിഫോർ ഗോഡ്. ദൈവത്തിന് മുമ്പിലാണ് സംതിങ് ഫോർ ഗോഡ്. നമ്മൾ വചനം പഠിക്കുമ്പോൾ ഈ വസ്തുത നമ്മളെ പഠിപ്പിക്കുന്നു. ഉദാഹരണമായിട്ട് പെസഹ കുഞ്ഞാടിനെ അറക്കുമ്പോൾ ആ ചോര തളിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ദൈവം പറയുന്നുണ്ട്, when I see the blood I will pass over you. ഞാൻ ചോര കാണുമ്പോൾ ഞാൻ നിന്നെ കടന്നു പോകും. ഇറ്റ് ഈസ് പ്രൈമറിലി ഫോർ ഗോഡ്. ഇസ്രായേലിൻ്റെ മഹാപാപരിഹാര ദിവസം വിശുദ്ധ മന്ദിരത്തിൽ, അന്തർമന്ദിരത്തിൽ യഹോവയുടെ മുമ്പിൽ കാണുവാനാണ് ആ ചോര കൊണ്ടുപോകുന്നത്. ഇറ്റ് ഈസ് ബിഫോർ ഗോഡ്. ലേവ്യപുസ്തകം 16-ാം അധ്യായം അത് പഠിപ്പിക്കുന്നു. നാം ഒരു സത്യം ഓർക്കണം, ഈ വസ്തുതകൾ ദൈവത്തിൻ്റെ മുമ്പിലാണ്. പുരോഹിതന്മാരായ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഓർത്തു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ
എനിക്കൊരാലയം ഉണ്ടാക്കണം. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ഈ പെട്ടകത്തിൻ്റെ പുറത്തുള്ള കൃപാസനത്തിന് മുകളിൽ ഷെഹന ഗ്ലോറിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷകൾ നടക്കുന്നത് ദൈവത്തിന് മുമ്പിലാണ്. പുരോഹിതന്മാർ 3 ഉപകരണങ്ങളിൽ കാഴ്ചയപ്പത്തിൻ്റെ മേശ, കവരവിളക്ക്, ധൂപം കാട്ടുന്നു. ഇത് 3 മനോഹരമായ ചിത്രങ്ങളാണ്. നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ മനോഹരമായ ചിത്രമാണ്. കാഴ്ചയപ്പത്തിൻ്റെ മേശ, ഒരു മേശയിൽ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നു. ആ മേശയിലെ അപ്പം എല്ലാ ശബ്ദത്തിലും അവർ ഒന്നിച്ച് ഭക്ഷിക്കുന്നു. ഇറ്റ് ഈസ് ബിഫോർ ഗോഡ്, ദൈവത്തിന് മുമ്പിലാണ്. അവിടെയുള്ള കവരവിളക്ക്, അതിൻ്റെ കരിന്തിരികളൊക്കെ മുറിച്ചു മാറ്റി എണ്ണയൊക്കെ ഒഴിച്ച് നിത്യമതിനെ കത്തിക്കുവാൻ പുരോഹിതന്മാർ ശ്രമിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഓർക്കണം, ആ തിരികൾ ഞാനും നിങ്ങളുമാണ്. വീണ്ടും ദൈവസന്നിധിയിലാണ് നാം ജ്വലിക്കുന്നത്. നമ്മൾ ആ ഭാഗം പിന്നെ പഠിക്കാം. സ്നാപയോനാനെ കുറിച്ച് പറഞ്ഞു, ഹി വാസ് എ ബേണിംഗ് ആൻഡ് ഷൈനിങ് ലൈറ്റ്. ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. വീണ്ടും നമ്മൾ ഓർക്കുക, സ്വർണ്ണ ധൂപപീഠം, അവിടെ പുരോഹിതന്മാർ സൗരഭ്യം കൊണ്ട് അർപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ ആരാധനാത്മകമായി നാം കഴിക്കുന്ന ആരാധനകൾ ദൈവത്തിൻ്റെ മുമ്പിലാണ്. പ്രാരംഭമായി നമ്മളൊരു കാര്യം ഓർത്തുകൊണ്ട് നമ്മുടെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പുരോഹിതന്മാരെന്ന അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി തീർന്നവരാണ്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ മുമ്പിലാണ്. അവൻ്റെ കണ്ണുകൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭാഗം നമുക്ക് വിട്ടിട്ട് ആ വിശുദ്ധ സ്ഥലത്തിലുള്ള 2 ഉപകരണത്തെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ആദ്യം കാഴ്ചയപ്പത്തിൻ്റെ മേശ, ദ ബ്രെഡ് ഓൺ ദ ടേബിൾ ഓർ ദ ടേബിൾ ഓഫ് ഷോ ബ്രെഡ്. എന്തിനാണ് അതിനെ ഷോ ബ്രെഡ് എന്ന് വിളിച്ചിരിക്കുന്നതെന്ന് പിന്നീട് ഞാൻ പറയാം. ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന പുറപ്പാട് ദിവസം 25-ാം അധ്യായം. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 23 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളെ നോട്ട് ചെയ്തു. 31-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, 31-ന്റെ 8-ാമത്തെ വാക്യം. പുറപ്പാട് 37-ന്റെ 10 തൊട്ട് 16 വരെയുള്ള വാക്യം. പുറപ്പാട് 37, 10 തൊട്ട് 16 വരെ. ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് 9 വരെയുള്ള വാക്യം. ലേവ്യ പുസ്തകം 24, 5 തൊട്ട് 9 വരെയുള്ള വാക്യം. എബ്രായലേഖനം 9:2. ഇനി നമുക്ക് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലേക്ക് വരാം. 25-ാം അധ്യായത്തിൻ്റെ 23 തൊട്ട് 30 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ഖദർമരം കൊണ്ടൊരു മേശ ഉണ്ടാക്കണം. അതിന് നീളം 2 മുഴവും വീതി 1 മുഴവും ഉയരം 1.5 മുഴവുമായിരിക്കണം. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കം ഉണ്ടാക്കണം. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊൻകൊണ്ടൊരു വക്കം ഉണ്ടാക്കണം. അതിന് 4 പൊൻവളയം ഉണ്ടാക്കണം. വളയം 4 കാലിൻ്റെയും പാർശ്വങ്ങളിൽ തന്നെ വേണം. മേശ ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം. തണ്ടുകൾ കതിർമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവ കൊണ്ട് മേശ ചുമക്കണം. അതിൻ്റെ തളികകളും ഡിഷസ്, കരണ്ടികളും പാൻസ്, പകരുന്നതിനുള്ള കുടങ്ങളും പിച്ചസ്, കിണ്ടികളും ബൗൾസ് ഉണ്ടാക്കണം. തങ്കം കൊണ്ടവയെ ഉണ്ടാക്കണം. മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുമ്പാകെ വെക്കണം. കാഴ്ചയപ്പത്തിൻ്റെ മേശ നമ്മൾ ഓർത്തു. കയറി ചെല്ലുമ്പോൾ വടക്ക് വശത്ത് ഈ കവരവിളക്കിൻ്റെ എതിർവശത്ത് ഇരിക്കുന്ന മേശയിൽ അതിൻ്റെ പേര് കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്നാണ്. It speaks of fellowship. It's an emblem of friendship. ഒരു കൂട്ടായ്മയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠനമാണ് ഈ കാഴ്ചയപ്പത്തിൻ്റെ മേശ നമ്മളെ കാണുന്നത്. ഒരു ഭവനത്തിൽ നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ, ഒരു വീട്ടിൽ നമ്മൾ സന്തോഷത്തോടെ കടന്നു ചെല്ലുകയാണെങ്കിൽ നമ്മളെ ഒരു മേശയിലേക്ക് ക്ഷണിക്കാറുണ്ട്. ആ മേശ സ്വാഭാവികമായി ആ കുടുംബത്തോടുള്ള, വ്യക്തികളോടുള്ള നമ്മുടെ ഫെലോഷിപ്പിനെ കാണിക്കുകയാണ്. നോക്കുക, ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം, താമ്രയാഗപീഠത്തെങ്കിൽ വന്ന് യാഗമർപ്പിച്ച് നിരപ്പ് പ്രാപിച്ച് പിത്തളത്തൊട്ടിയിലെ വെള്ളത്തിൽ കഴുകൽ പ്രാപിച്ച വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബിഫോർ ഗോഡ് അവിടെ വന്ന് അവൻ ഒരുക്കിയിരിക്കുന്ന മേശയിൽ
അവർ ദിനംതോറും ശുശ്രൂഷിപ്പാൻ, ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര മനോഹരമായൊരു ചിത്രമാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദാവീദ് പറയുകയുണ്ടായി, യു പ്രിപ്പയർ എ ടേബിൾ ബിഫോർ മീ ഇൻ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ്. എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്കൊരു മേശ ഒരുക്കിയിരിക്കുന്നു. ദാവീദ് പറഞ്ഞു, മെഫിബോശത്തിനോട് ദാവീദ് പറഞ്ഞു, നീ നിത്യം എൻ്റെ മേശയിൽ ഭക്ഷണം കഴിക്കണം. എല്ലാ നന്മകളും മെഫിബോശത്തിന് കൊടുത്തു. തൻ്റെ അപ്പൻ്റെ നിലം പകുത്തു കൊടുത്തു, തിരികെ കൊടുത്തു. തനിക്കൊരുപാട് നന്മകൾ ദാവീദ് ചെയ്തു. ഒന്നും ചോദിച്ചില്ല. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പിയെടുത്ത് ദാവീദിന് വെറുപ്പായിട്ടുള്ള കുരുടന്മാരും മുടന്തന്മാരും 2 കാലം മുടന്തനായ മെഫിബോശത്തിന്മേൽ ദൈവത്തിൻ്റെ കൃപ പകരുകയാണ്. എല്ലാം പകർന്ന് ദാസന്മാരെ കൊടുത്ത്, സ്വത്തുക്കൾ കൊടുത്ത്, തനിക്ക് നന്മകൾ കൊടുത്തിട്ട് ദാവീദ് ആകെ ആവശ്യപ്പെട്ടു, നീ നിത്യം എൻ്റെ മേശയിൽ ഭക്ഷണം കഴിക്കണം. Thou shall eat continually at my table. നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടു പോയത് അതുതന്നെയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. പുതിയ നിയമ സഭയുടെ അംഗങ്ങളായ പുരോഹിതന്മാരായ നമുക്ക് ദൈവം നമുക്കൊരു മേശയൊരുക്കിയിട്ടുണ്ട്. ആ മേശയിലെ അപ്പം സമാഗമന കൂടാരത്തിനുള്ളിലെ പുരോഹിതന്മാർ 12 കാഴ്ചയപ്പത്തിൻ്റെ അപ്പം അടുക്കി വെക്കും. ആ അപ്പത്തിൻ്റെ മുകളിൽ സുഗന്ധദ്രവ്യങ്ങൾ വെക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു. ആ ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. 1 ആഴ്ച ദൈവസന്നിധിയിൽ വെച്ച ശേഷം എല്ലാ ശബത്തിലും പുരോഹിതന്മാർ ആ വിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ അപ്പം അവർ ഭക്ഷിക്കുകയാണ്. ഇത് നമ്മോടുള്ള ബന്ധത്തിൽ ഒരുപാട് സത്യങ്ങൾ സംസാരിക്കുന്നില്ലേ? നമ്മോട് സംസാരിക്കുന്നില്ലേ? സ്വർഗീയ അപ്പം കർത്താവായ യേശുക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, മരിച്ചു. ഞാനോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ അപ്പമാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് കാണും. എൻ്റെ സഹോദരന്മാരെ, ദൈവത്തോടുള്ള സംസർഗം, ദൈവത്തിന് മുമ്പിലുള്ള ആ സംസർഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം ഒരിക്കലും മേശയിലേക്ക് പുരോഹിതന്മാരെ ശുശ്രൂഷിപ്പാൻ അവനോടൊത്ത് കൂട്ടായ്മയ്ക്ക് വേണ്ടി വിളിക്കുന്ന പോലെ പുതിയ നിയമ സഭയുടെ പുരോഹിതന്മാരായ നമുക്കും ആ പദവിയും അനുഗ്രഹവും ദൈവം കൃപയാൽ നൽകുകയാണ്. ഈ മേശയുടെ അളവ് ശ്രദ്ധേയമാണ്. 25-ാം അധ്യായത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പഠനമാണ്. കാരണം നമ്മൾ ഓർക്കണം, ഇവിടെ വായിച്ചു ദൈവത്തിൻ്റെ മുമ്പിലാണ്, ബിഫോർ ഗോഡ് എന്നുള്ളത് പറഞ്ഞു. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന പെട്ടകത്തിലാണ്. പെട്ടകത്തിൻ്റെ ഹൈറ്റും ഈ മേശയുടെ ഹൈറ്റും നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു പാഠം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഈ പെട്ടകത്തിൻ്റെ ഹൈറ്റ് എത്രയാണ്? 25-ന്റെ 10-ാം വാക്യം. കതിരുമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവുമായിരിക്കണം. പെട്ടകത്തിൻ്റെ ആർക്കിൻ്റെ ഉയരം 1.5 മുഴമാണ്, 1.5 ക്യൂബിറ്റ്. നമുക്ക് നോക്കാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേശയുടെ കളരം എന്താണെന്ന് നോക്കാം. 25-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നോക്കിയാട്ടെ. 25-ന് 23. കതിരുമരം കൊണ്ടൊരു മേശ ഉണ്ടാക്കണം. അതിന് നീളം 2 മുഴവും വീതി 1 മുഴവും ഉയരം 1.5 മുഴവുമായിരിക്കണം. അതിൻ്റെ ഉയരം എത്രയാണ്? 1.5 മുഴമാണ്. പെട്ടകത്തിൻ്റെ അതേ കളരമാണ് കാഴ്ചയപ്പത്തിൻ്റെ മേശയ്ക്ക് ദൈവം പറഞ്ഞത്. അതിന് നീളത്തിലും വീതിക്കും അല്പം കുറവുണ്ടെന്നേ ഉള്ളൂ, ബട്ട് ഹൈറ്റ് ഈസ് സെയിം. ദൈവം ഇറങ്ങി വന്ന് ആ സമാഗമന കൂടാരത്തിൽ പെട്ടകത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ അതേ ഹൈറ്റിൽ ആ മേശയിൽ കാഴ്ചയപ്പം വെച്ചിരിക്കുകയാണ്. പുരോഹിതന്മാർ അവിടെ വന്ന് ഭക്ഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. They are in the same height with that mercy seat where God has revealed himself. ദൈവം തന്നെത്താൻ വെളിപ്പെട്ട, അല്ലെങ്കിൽ ദൈവം തന്നെത്താൻ പ്രത്യക്ഷമായ അതേ നിലവാരത്തിലാണ് ഇവർ ഭക്ഷണം കഴിക്കുന്ന ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കായി കാഴ്ചയപ്പത്തിൻ്റെ മേശയുടെ അടുക്കൽ വന്നിരിക്കുന്നത്. പെട്ടകം 1.5 മുഴം ഉയരം, കാഴ്ചയപ്പത്തിൻ്റെ മേശയും 1.5 മുഴം ഉയരം. വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ വലത്ത് ഭാഗത്ത് കാണുന്നത് കാഴ്ചയപ്പത്തിൻ്റെ മേശയാണ്. 12 അപ്പങ്ങൾ അതിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. ഓരോ ശബത്തിലും അത് മാറ്റി പുതിയത് വെക്കുമ്പോൾ ആ വെച്ചിരുന്നത് പുരോഹിതന്മാർ ഒന്നിച്ച് ഭക്ഷിക്കുകയാണ്. നാം ഓർക്കണം, അവർക്ക് ആഹാരമായി തീരുകയാണ്. ആ അപ്പം ദൈവസന്നിധിയിലായിരുന്നു.
ദൈവത്തിൻ്റെ കണ്ണുകൾ പതിഞ്ഞതായിരുന്നു. ദൈവം അവിടെ വെച്ച ഈ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 12 അപ്പം അത് പുരോഹിതന്മാർക്ക് ഭക്ഷിപ്പാനായിട്ട് അവകാശം കൊടുത്തു. നാം ഓർക്കണം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ്റെ അപ്പം. കർത്താവ് പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നെന്ന് കർത്താവ് ഓർപ്പിക്കുകയുണ്ടായി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആ വിധത്തിലാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവവചനം ആവശ്യമാണ്. നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവവചനത്താൽ നമ്മൾ പോഷിതരായി മാറണം. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവൻ്റെ അപ്പമാണ്. തിരുവചനം അവനെയാണ് പഠിപ്പിക്കുന്നത്, അവനെയാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്, അവൻ്റെ മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, എന്നാൽ അവർ മരിച്ചു. എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് അവൻ നമ്മുടെ ആത്മീയ ഭോജനമായി, ഭക്ഷണമായി നമുക്ക് തീർന്നിരിക്കാൻ ദൈവത്തെ സ്തുതിക്കാം. ഈ കർത്താവിനെ ഉണ്മയായി സ്നേഹിച്ചും ആരാധിച്ചും അവനെ അനുഗമിച്ചും അവന് വേണ്ടി ജീവിച്ചും നമ്മുടെ ജീവിതം ധന്യമാകട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.